സ്വർണ്ണമയൂരം സ്വർണ്ണമയൂരം ആരാരോ തേടുന്നു അന്തിനിലാവൊളിയേ അമ്മാനം മാനത്തെ തേടുന്നു മുല്ലമുളങ്കുഴലിൽ പിന്നെയും ചാഞ്ചാടും ചെല്ലമഴത്തുള്ളിയേ കനവ് പോലെ പുതു കവിത പോലെ കടൽ പോലെ കാറ്റു പോലെ ഓർമ്മയിൽ ആരാരോ തേടുന്നു അന്തിനിലാവൊളിയേ അമ്മാനം മാനത്തെ അല്ലിമലർക്കിളിയേ മഞ്ഞിൻ തുള്ളിയായി മംഗളം മൊഴിഞ്ഞ മാത്രയിൽ ആരാരോ തേടുന്നു അന്തിനിലാവൊളിയേ അമ്മാനം മാനത്തെ നെഞ്ചിൽ ചാഞ്ഞുറങ്ങവേ പൂ പൊഴിഞ്ഞു വീണു പാട്ടുകൾ ആരാരോ തേടുന്നു അന്തിനിലാവൊളിയേ അമ്മാനം മാനത്തെ കനവ് പോലെ പുതു കവിത പോലെ കടൽ പോലെ കാറ്റു പോലെ ഓർമ്മയിൽ എന്താ മോളെ, എന്തിനാ കരഞ്ഞത്? ലച്ചു മരിച്ചു കണ്ടുവച്ച ഞാൻ തൂങ്ങി മരിച്ചു കിടക്കും പോലെ. മോള് വെറുതെ ആവശ്യമില്ലാതെ ചിന്തിച്ചു കിടന്നിട്ടാ ഇങ്ങനെ സ്വപ്നം കാണുന്നത്. സ്വപ്നാണെങ്കിലും പേടിച്ചു പോയ അച്ഛൻ ഞാൻ. എനിക്ക് ലച്ചുനെന്ന് വിളിക്കാം. ഈ പാതിരാത്രിക്കോ? നാളെ നേരം വിളിക്കട്ടെ, വിളിക്കാം. പ്രാർത്ഥിച്ചു കിടന്നുറങ്ങ്, സ്വപ്നം ഒന്നും കാണില്ല. സാരമില്ല, അച്ഛൻ പോയി കിടന്നോ.
നരനായിങ്ങനെ ജനിച്ചു ഭൂമിയിൽ നരകവാരിധി നടുവിൽ ഞാൻ നരകത്തീനെന്നെ കരകേറ്റീരേണം ശിരുവൈക്കം വാഴും ശിവശംഭു മരണകാലത്തെ ഭയത്തെ ചിന്തിച്ച മതിമറന്നുവോ മനമെല്ലാം മനതാരിൽ വന്നു വിളയാടീരേണം തിരുവൈക്കം വാഴും ശിവശംഭു. ഉദിച്ച വെയിൽ ഉച്ചയിലാവുമ്പോഴേ എണീറ്റ് വരുള്ളൂ. ശവങ്ങള് നിന്റെ അമ്മയ്ക്ക് എണീറ്റ് വരാറായില്ലേ ഇതുവരെ? അമ്മ അടുക്കളയിലില്ലേ? അടുക്കളയിലും അറയിലും ഒന്നുമില്ല. മുറിന്ന് എണീറ്റിട്ടില്ലേ ഇതുവരെ? അതെങ്ങനെയാ? ഈ പ്രായത്തിൽ അവന്റെ കൂടെ അല്ലേ കിടക്കുള്ളൂ. മരണകാലത്തെ ചിന്തിച്ച മതിമറന്നു മനമെല്ലാം മനതാരി. അമ്മേ, അമ്മേ, അച്ഛാ, അച്ഛാ, അമ്മേ, അമ്മേ, അയ്യോ, അച്ഛാ, അമ്മേ. എന്താ? എന്ത് പറ്റി മോളെ? മോളെ ലച്ചുവിന്റെ ഇല്ലത്തേക്കാ വിളിച്ചത്. ആരും എടുക്കുന്നില്ല. കുറച്ചു കഴിഞ്ഞ് വിളിച്ചു നോക്കാം, ചിലപ്പോ എനിക്ക് കയ്യിലായിരിക്കും. അല്ല, റിങ് ചെയ്യുന്നുണ്ട്. ആരും എടുക്കാത്തതാ. ചീത്ത സ്വപ്ന കണ്ടത്, അതാ എനിക്ക് പേടി. ഇനി തിന്നാനിരിക്കാ ഇവിടെ. നാശത്തിനെ പിടിച്ചോണ്ട് പോയി ഏതെങ്കിലും മുറിയിലിട. നശിപ്പിക്കാനുണ്ടായ ജന്മം അത്. ഇല്ല മുടിക്കും. അവിടെ കിടന്നോളാ. പുറത്തേക്ക് ഇറങ്ങിയാ കൊല്ലും ഞാൻ. മുറിക്കാൻ പറഞ്ഞു ഒക്കെ മുറിക്ക്. വെളിച്ചം കാണിക്കില്ല.
ആരാ? ഞാൻ കൃഷ്ണവേണിയാ. എനിക്ക് ലച്ചുവിനെ സോറി സീതാലക്ഷ്മി എന്ന് കിട്ടണായിരുന്നു. ജീവനോടെ വേണോ? ഇല്ല, ശവാച്ചാച്ചിരി വൈകും. കൊന്നെടുക്കണം. ഇതാരാ? എന്താ ഇങ്ങനെ പറയുന്നേ? പിന്നെ എങ്ങനെ പറയണം? അച്ഛനെയും അമ്മയും കൊന്നവളെ പിന്നെ ഞാൻ എന്താ ചെയ്യാ? കൊല്ലുകയോ? ആര്? മനസ്സിലായില്ല. ഞാൻ തെളിച്ചങ്ങോട്ട് പറയാം. മോള് പിഴച്ച് സഹിക്ക വയ്യാണ്ട് തൂങ്ങി മരിച്ചു അച്ഛനും അമ്മയും. അത്രയും അറിഞ്ഞാ പോരെ? ഓടി അഴിച്ചോളൂ. എന്താ ഇവർ മരിക്കാൻ കാരണം അറിയില്ലേ? അറിയാം, എല്ലാവർക്കും അറിയാം. പെണ്ണ് പഴിച്ചതിന്റെ വിഷമത്തില് തൂങ്ങായിരുന്നു എന്റെ മോനും മേലി. മനസ്സിലായില്ല? മരിച്ചതിന്റെ ഏട്ടനാ. ഏട്ടന്റെ മോളൊരുത്തി വേളിക്ക് മുമ്പേ വിശേഷം ഉണ്ടാക്കിയിരിക്കുന്നുണ്ട് ഇവിടെ. അത് സഹിക്കേണ്ട ആ മരണം ഉണ്ടായത്. ഇങ്ങക്ക് പറ്റുമെങ്കിൽ ആ നാശത്തിനെ കൊണ്ടുപോയി ശിക്ഷിച്ചു കളാ. എവിടെയാ കുട്ടി? അവിടെ നിൽക്ക. ഇങ്ങോട്ട് എഴുന്നള്ള. എന്താണാവോ? ഏട്ടൻ മരിച്ചോ?
ഏട്ടൻ മാത്രമല്ല ഏട്ടതീം. പക്ഷേ മരിച്ചത് നിങ്ങളുടെ ആരുമല്ല, ഹീനജാതിക്കാരന്റെ കൂടെ ഇറങ്ങിപ്പോയ അന്ന് തീർന്നതാ ഇങ്ങനെ ഒരു ഉടപ്പുറന്നുള്ളായിട്ടുള്ള ബന്ധം. ബന്ധം പറയാൻ വന്നതല്ല ഞാൻ. ഒന്ന് കണ്ടിട്ട് പൊയ്ക്കോളാം. പാടില്ല. കീഴ്ജാതിക്കാരെ കെട്ടി കൂടെ താമസിക്കുന്നവർക്ക് അയിത്തം ഉണ്ടാവും. ശരീരം ആസ്പത്രിയിലേക്ക് എടുത്തിട്ട് വന്നത് നന്നായി. ഇല്ലാച്ചാ കൊണ്ടുപോകുമ്പോഴെങ്ങാനും കണ്ടേനെ. എന്നാ പിന്നെ ആത്മാവിന് ഗതിയില്ലാണ്ട് വന്നേനെ. മടങ്ങി പോയിക്കോളൂ. എത്ര ശ്രമിച്ചാലും അതേ കയറ്റില്ല ഞാൻ. ഏട്ടന്റെ മുഖം അവസാനമായി കാണാനുള്ള അവകാശമില്ലേ എനിക്ക്? ഇല്ല. ഈ ഇല്ലത്തുള്ളവരെ കാണാൻ പോയിട്ട് ഇതിന്റെ ഏഴാലത്തുള്ളവരെ കാണാനുള്ള അവകാശം ഇല്ല നിങ്ങൾക്ക്. ഇനിയും നിന്നാ പണിക്കാരുണ്ടാവും വല്യമ്പറത്ത്. അവരെ വിളിച്ച് തല്ലിട്ടാച്ചാലും ഇറക്കും ഇവിടുന്ന്. കേറുന്നില്ല, തിരിച്ചു പോവുക. പേടിച്ചിട്ടല്ല ശ്രീധര. ഇവിടത്തെ പണിക്കാരൊന്നും ഒരു പൊടി മണ്ണ് വീഴ്ത്തിക്കില്ല എന്റെ ശരീരത്തിൽ. പിന്നെ നീ കുട്ടിക്കോണ് കൊടുത്ത് മൂക്കൊലിപ്പിച്ച് നടന്ന കാലം തൊട്ട് കാണുന്നതല്ലേ നിന്നെ ഞാൻ. നീ മൂക്ക് വിറപ്പിച്ചാൽ അത് എത്ര വരുമെന്ന് എനിക്കറിയാം. മരിച്ച വീടാ ഇത്. ഇവിടെ ഒരു ബഹളം ഉണ്ടാക്കരുതല്ലോ എന്ന് വിചാരിച്ചു പോവാ ഞാൻ. സ്വർണ്ണമയൂരം സ്വർണ്ണമയൂരം സ്ഥലത്തിന്റെ കാര്യം പറ സെബാസ്റ്റ്യൻ സാറേ. വിൽക്കുന്നുണ്ടോ ഇല്ലയോ? ഭയങ്കര തിരക്കാടോ ഇന്ന്. ആത്മഹത്യ ചെയ്ത രണ്ടുപേരുടെ ബോഡി ഒരുമിച്ചാ വന്നിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടം ചെയ്താൽ പോലും പാപം കിട്ടും. ബ്രാഹ്മണരാ. ദേ, നിങ്ങൾ എൻ്റെ അടുത്ത് വലിയ ഡോക്ടർ കളിക്കല്ലേ. നിങ്ങൾക്ക് എന്തിനാ മൂന്നാറിൽ തോട്ടം? എനിക്കത് കിട്ടിയാൽ ഗുണമുണ്ട്. എന്റെ തോട്ടത്തിലേക്കുള്ള വഴി സ്മൂത്താവും. അത് സമ്മതിച്ചല്ലോ. സമ്മതിച്ചു. എനിക്ക് അവിടെ പൊന്നും വില കിട്ടും. നിന്റെ പ്രോപ്പർട്ടിയിലേക്ക് മാത്രമല്ല, അതിന് താഴെയുള്ളവർക്കും വഴി വേണം. അതുകൊണ്ടാണ് ഞാൻ സൈലന്റ് ആയത്. ഇപ്പൊ സൈലന്റ് ആയ മാർക്കറ്റ് കൂടും. നീ കൂടെ പഠിച്ച കൂട്ടുകാരന്റെ അനിയനാവുമ്പോ ബാർഗെയിൻ ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാ. രഘുപതി, മഹാദേവ, താനെന്താ ഇവിടെ? ഞാൻ ഇവിടുത്തെ സ്റ്റേഷനിലെ. ആ, എന്നാ നിങ്ങൾ തമ്മിൽ സംസാരിക്കും. ഞാൻ അങ്ങോട്ട്. ഓഹോ, എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുകയാണല്ലേ? താനെന്തോടെ ഈ മോർച്ചയുടെ മുന്നിൽ? ഒന്നും പറയണ്ട. ശവത്തിന് കൂട്ടുകയല്ലേ പോലീസുകാരന്റെ പണി. ഇവിടെ അടുത്തൊരു ഇല്ലത്ത് ഒരു തിരുമേനിയും ഭാര്യയും കെട്ടിത്തൂങ്ങി ചത്തു. ബോഡിയും കൊണ്ട് വന്നതാ. ഓ, എന്താ ഒന്നിച്ചാവാൻ കാരണം? ചെറുപ്പക്കാരാ? ചെറുപ്പക്കാരൊന്നുമല്ല. പഠിക്കാൻ പോയൊരു മോള് പിഴച്ച് ഗർഭിണിയായിട്ടാ വന്നത്. അതിന്റെ വിഷമത്തിൽ ചത്തതാ. നല്ല പഠിത്തം അല്ലടോ. ഓ, നല്ല കിളി പോലത്തെ ഒരു പെങ്കൊച്ച. ഇത് ഏതോ നാറി മനഃപൂർവ്വം ചതിച്ചതാ. ഡോക്ടർമാർക്ക് ശരീരം ഇട്ട് അങ്ങോട്ട് കീറി മുറിച്ചാലേ തൃപ്തി വരുള്ളൂ. രണ്ടുപേരുടെ ദേഹം ഉണ്ടല്ലോ, അപ്പൊ തിരികെ കൊണ്ടുവരാൻ വൈകും. എന്ത് കാണാനാ ഇങ്ങോട്ട് വന്നത്? എന്റെ അനിയത്തി നശിക്കുന്നവരെ കൂടെ കൊണ്ട് നടന്നുവല്ലേ ചേച്ചി? ഞാൻ ഒന്നും പറയണ്ട. കൂട്ടാന്ന് പറഞ്ഞപ്പോ ചൊല്ലിയും പറഞ്ഞും കൊണ്ട് നടക്കുന്ന വിചാരിച്ച്. എന്നിട്ടിപ്പോ മതിയായില്ലേ? നെഞ്ചു പൊട്ടിയ വിഷമത്തില്ല എന്റെ അച്ഛനും അമ്മയും. ചെല്ലെ, അകത്തുണ്ട് കൂട്ടുകാരി. അതിന്റെ അവസ്ഥ ചെന്ന് കാണ്. വേണ്ട, എഴുന്നേൽക്കണ്ട. തൂങ്ങി മരിക്കുകയായിരുന്നു അച്ഛനും അമ്മയും. ഞാൻ കാരണം
ഞാൻ കാരണം. അങ്ങനെ വിചാരിക്കണ്ട, ഇതൊക്കെ വരാനിരുന്നതാ. വിധിയെ മാറ്റാൻ പറ്റുമോ നമുക്ക്? ഒരുപാട് തല്ലിയല്ലേ, സാരമില്ല. തല്ല് കിട്ടേണ്ടതല്ലേ എനിക്ക്. മരിക്കായിരുന്നു, എനിക്കും കൂടി അങ്ങ് മരിക്കായിരുന്നു. അത് തന്നെയാ നല്ലത്. എത്രയും പെട്ടെന്ന് നീ അങ്ങോട്ട് മരിച്ചാൽ സമാധാനം ഉണ്ടാവും. അഴിഞ്ഞാടികൾക്ക് കയറി വരാനുള്ളതല്ല ഈ ഇല്ലം. കൂട്ടും വിശേഷവും പറയാൻ ഈ പടിക്കകത്തേക്ക് വരരുത്. വിശേഷം പറയാൻ വന്നതല്ല ഞങ്ങള്, മരിച്ചു വീട്ടിൽ വരുന്ന അതിനല്ല. എന്തിനായാലും അഭിസാരികൾക്ക് വേണ്ടി പടി തുറക്കില്ല ഈ ഇല്ലം. കുറച്ചുകൂടെ സംസ്കാരത്തോടെ സംസാരിക്കണം. എന്നെ ആരും സംസ്കാരവും സംസാരവും പഠിപ്പിക്കണ്ട. ഇവളുടെ കൂട്ടല്ലേ നിങ്ങളുടെ മോളും. അപ്പൊ ഞാൻ ഉപയോഗിച്ച ഭാഷ എന്നെയാ ചേരുക. ഈ ഭാഷയൊന്നും ഞങ്ങൾക്കല്ലേ ചേരുന്നത്. വേണ്ടച്ചാ, ഒന്നും പറയണ്ട. മോളെ പറയണ്ട, നമുക്ക് പോവാം. പോയിട്ട് വരാം മോളെ. ദാ, പോയിട്ട് വരും നിന്റെ കൃഷ്ണേച്ചി. മറുപടിക്ക് വാക്കുകളില്ലാത്തോണ്ടല്ല ഒന്നും പറയാതെ തിരിച്ചു പോകുന്നത്.